അങ്ങനെ ഞാൻ മരിച്ചിട്ട് ആർക്കും പൈസ ഇടണ്ട. അല്ലെങ്കിലും ഞാൻ മരിച്ച് പൈസ ഇട്ടിട്ട് എന്താ കാര്യം? ഏറ്റവും കൂടുതൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്ന ചോദ്യം ഇതാണ്. ആക്ച്വലി പലതരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസുകളുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞത് ടേം ഇൻഷുറൻസ് ആണ്. നമ്മളൊരു എമൗണ്ട് അടയ്ക്കുന്നു, ഒരു ആനുവലി ഒരു എമൗണ്ട് അടയ്ക്കുന്നു. നമ്മൾ ഇൻ കേസ് മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് 1 CR ആണെങ്കിൽ 1 CR, 50 lakh ആണെങ്കിൽ 50 lakh നമ്മുടെ കവറേജ് എത്രയാണോ അത് നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നോമിനി ആരാണോ അവർക്ക് കിട്ടുന്നു. ഇതാണ് ടേം ഇൻഷുറൻസ്. ഇത് കൂടാതെ നമുക്ക് നോർമൽ സേവിങ്സ് പ്ലാനുകളുണ്ട്. അതായത് ഇത്ര എമൗണ്ട് നമ്മൾ ഓരോ ആനുവലി ഇത്ര അടയ്ക്കുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ മെച്യൂരിറ്റി ആകുമ്പോൾ 15ാമത്തോളം 15ാമത്തോളം ഇത്ര എമൗണ്ട് റിട്ടേൺ കിട്ടുന്നു, ബോണസ് അടക്കം റിട്ടേൺ കിട്ടുന്നു. ഇതുകൂടാതെ യൂലിപ്പ് പ്ലാനുകളുണ്ട്. യൂലിപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിരിക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. മറ്റേത് ബോണ്ടിലും സെക്യൂരിറ്റീസിലാണ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് വരിക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ റിട്ടേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ അത് മാർക്കറ്റ് എങ്ങനെ ഇരിക്കും അതനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. അതായത് ഒരു സ്റ്റേജിൽ ഇത്ര എമൗണ്ട് വരുമ്പോൾ നമുക്കറിയാലോ, ഒരു ഹയർ സ്റ്റഡീസിന് നമുക്ക് ഇന്നൊരു സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളുടെ മാരേജിന് വേണ്ടി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നല്ല പെൻഷൻ പ്ലാനുകൾ ഉണ്ടായിരിക്കും. പെൻഷൻ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കൊല്ലം നമ്മൾ അടയ്ക്കുന്നു, നമുക്ക് ഈ ഒരു ഏജ് തൊട്ടിട്ട് നമുക്ക് എല്ലാ കൊല്ലം നമ്മുടെ മരണം വരെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്ലാനുകൾ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ച പൈസ നോമിനിക്കോ അല്ലെങ്കിൽ ഫാമിലിക്കോ കിട്ടുന്നു എന്നൊരു കോൺസെപ്റ്റിനപ്പുറം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഷുറൻസ് ലൈഫ് ആയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് റിലേറ്റഡ് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.